സോ ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണ്? എന്താ ഒപ്പ് ഇന്നത്തെ വീഡിയോ? എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ഒരു വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് എത്ര വയസ്സായി ഒപ്പു? 17 വയസ്സാവാൻ പോവാണ് ഗൈസ്. 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ എത്ര മണി? കറക്റ്റ് 11 മണിയാവാൻ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞ് എനിക്ക് എത്ര വയസ്സായി? ഇപ്പൊ നമ്മ 17 വർഷം മുന്നേ ഹോസ്പിറ്റലല്ലേ ആണെന്നാ തോന്നാൻ. വൈകിട്ട് എണീച്ചത്. ഞാൻ വൈകിട്ടെന്നാ 3:30 4 നീ 11 മണിക്ക് 11 രാവിലെയാണ് ഇവിടെ ജനിച്ചത്, അത് എനിക്കറിയാം. സോ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. കറക്റ്റ് ഇനി 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങൂല. നിങ്ങൾക്കറിയാലോ, എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഉറങ്ങാതെ ഇങ്ങനെ നമ്മൾ ആരൊക്കെ വിഷ് ചെയ്തെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. സോ അതാണ്. ഫോട്ടോ എടുക്കുക, സ്നാപ്പ് എടുക്കുക. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് കുറച്ച് മണിക്കൂർ മുമ്പ് ഒരു പണിയാക്കാതെ ഇവള്, അമ്മ, അക്ഷത, ദിയ, പ്രത്യേകിച്ച് ദിയയുടെ ബുദ്ധിയാണിത് എന്നാണ് എനിക്ക് മനസ്സിലായിരുന്നത് ഗൈസ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടിട്ട് വാ. ഞാൻ അത് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ. സോ ഗൈസ്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ടില്ലേ? എന്നെ പപ്പുട്ടി വന്ന് വെള്ളം ഒഴിച്ച്. ഇത് ഞാൻ ഗൈസ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ രണ്ടുപേരെയും ലഞ്ച് ബ്രേക്ക് സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്കിൻ്റെ സമയത്ത് വെള്ളം ഒഴിക്കൽ പണിയുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ ഞങ്ങളിങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ ഇങ്ങനെ എറിഞ്ഞിടും. അങ്ങനെ കുറേ പ്രാന്തുകളുണ്ട് ഗൈസ്. അപ്പോൾ ഇവരാണെങ്കിൽ എന്നെ അങ്ങനെ ഒഴിക്കാറുണ്ട്, പക്ഷെ അത്ര ഒന്നും ഒഴിക്കാറൊന്നുമില്ല. ഞാൻ ഒഴിക്കണ കണക്ക് ഇവരൊന്നും ഒഴിക്കാറേ ഇല്ല. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ഇന്നും ഞാൻ അക്ഷതേനെ വലിച്ചു കൂട്ടി ഞാൻ നനപ്പിച്ചുള്ളൂ. പക്ഷെ ദിയ ബാത്റൂമിൽ കയറി നിന്നാ ഗൈസ്. അതുകൊണ്ട് ദിയനെ കുളിപ്പിക്കാൻ പറ്റില്ല. അവളുടെ ബർത്ത്ഡേ ഉണ്ട്. 1 മാസം കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് അവളുടെ ബർത്ത്ഡേ ആണ്. 1 മാസം ഒരാഴ്ച. ആദ്യം എന്നെ എന്നെ സാധാരണ അങ്ങനെ ഒന്നും വിളിക്കാത്തതാണ്. പക്ഷെ ഈ ദിയ എപ്പോഴും ഞാൻ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വിളിക്കാറുള്ളൂ. അപ്പൊ ഇന്ന് എന്നെ അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് എന്തൊക്കെ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള സംസാരമൊക്കെ. അപ്പോഴേ എനിക്കെന്തോ നമുക്ക് കത്തുമല്ലോ നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇതൊക്കെ ഇങ്ങനെ, പ്രത്യേകിച്ച് നാളെ എൻ്റെ ബർത്ത്ഡേയും കൂടെ ആകുമ്പോൾ ഒരു ഇതായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് അമ്മ ഉണ്ടാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവളുടെ അമ്മക്ക് എൻ്റെ അമ്മയുടെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ഞാൻ വിചാരിച്ച ആൻറ്റി ആയിട്ടാണ് ദിയയുടെ അമ്മയായിട്ടാണ് സംസാരിക്കണമെന്ന് വിചാരിച്ച് കോപ്പിറൈറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇരുന്നില്ല, ദിയ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വെള്ളമൊക്കെ കോരി എന്നെ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എന്നെ വിളിച്ച് ഇവർ വീഡിയോ അയച്ചു കൊടുത്ത് ഇതിപ്പോൾ വീഡിയോ സ്റ്റോറി ആയിട്ട് ഇട്ട് ഗൈസ്. എല്ലാം കഴിഞ്ഞ് ഇതെങ്ങനെ ഇരിക്കാം. ഞാൻ ആദ്യം ഒരു നൈറ്റിയാണ് ഇട്ടത്, അമ്മയുടെ നൈറ്റ്. അത് മാറി ഞാനിപ്പോൾ അതിൽ വെള്ളം വീണ് അതിൻ്റെ ഇവിടെയൊക്കെ ഈ താഴെയും വീണ്. ഇവള് തലയെ കോരി ഒഴിച്ചേ. ആ തലയെ കുരി ഒഴിക്കാനാ പറഞ്ഞേ. കുളിപ്പിക്കണം. ഞാൻ കണ്ടായിരുന്നു നീ ആ മഗ് എടുത്തത്. നീ അവിടെ വന്ന് ഇരിക്കാൻ പോണേന്ന് മേടിച്ചു. അപ്പൊ കറക്റ്റ് നിന്റെ നെഴലി ഞാൻ കണ്ടപ്പോ ഞാൻ എടുത്ത് അവിടെ കൊണ്ടുവച്ച്. ഞാൻ കിച്ചന്റെ അങ്ങോട്ട് പോയി വെള്ളം കുടിക്കാനായിട്ട് പോയപ്പോ ഇവള് പതിവില്ലാതെ മഗ് ഞങ്ങള് മറ്റേ അവിടെ ഇങ്ങനെ കമത്തി വെക്കാനാണ് പതിവ്. പക്ഷെ ഇന്ന് മാത്രം വെള്ളം ഉണ്ടായില്. അതെടുത്തിട്ട് അവൾ ആ സൈഡിൽ കൊണ്ട് വെച്ച്. അപ്പോഴേ എനിക്ക് തോന്നി എന്താണ് ഇവള് ചെയ്യണേന്ന്. ഞാനാണത്ര എനിക്കങ്ങനെ ഞാൻ വലിയ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതെടുത്ത് അങ്ങോട്ട് വെച്ചുമില്ല. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞ് ബീം ബാഗ് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ചാഞ്ഞ് കിടക്കണ സീറ്റാണല്ലോ. അതില് സാധാരണ എപ്പോഴും ഇരിക്കുമ്പോ അമ്മ ബീം ബാഗ് എവിടെ വെക്കാനേ പറയുള്ളൂ. അവിടെ വെക്കാനേ പറയുള്ളൂ.
ഇതെന്താന്നറിയില്ല. അപ്പളേ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ അമ്മ ഫോണിങ്ങനെ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെയാണ് എടുക്കണമെങ്കിൽ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പഴേ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യണേന്ന്. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല ഗൈസ്, അപ്പത്തേക്കും വെള്ളം അങ്ങോട്ട് കമത്തിയിട്ട് പിന്നൊന്നും പറയണ്ട, അങ്ങനെയായിരുന്നു. ഓക്കെ യാ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതെ, പക്ഷെ മറ്റന്നാ പരീക്ഷ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി ബൈ ദ വേ ഗൈസ്, എൻ്റെ 12th ഒക്കെ തുടങ്ങി. ഞാൻ 12th കയറി. ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. ഹ്യൂമാനിറ്റീസ് ആണ് 12th സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം ഏകദേശം മാർച്ച് 5-ാം തീയതി തുടങ്ങിയതാണ്. കുഴപ്പമില്ല, പക്ഷെ 11th അത്ര ഒന്നുമില്ല. എനിവേസ്, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ കൈ എടുക്കണം. അതെ 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 അതെ. ബാക്കി നമുക്ക് പിന്നെ കാണാം ഗൈസ്, ലെങ്ത് ആവണ്ടത്ര. ഓക്കെ, 2 പേരുണ്ടാ? 2 ഉണ്ട്. താങ്ക് യു. ഓ, പ്ലാൻ ചെയ്ത് കൊള്ളല്ലോ. വീഡിയോ കോളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അനിയത്തി തന്നെ എനിക്ക് ഗിഫ്റ്റ് ഇപ്പൊ. താങ്ക് യു പപ്പു. ഉറങ്ങാതെ പാവങ്ങൾ ഉറങ്ങാതെ കിടക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ അവര് വിഷ് ചെയ്തു. നമ്മുടെ പപ്പുട്ടി തന്ന ഗിഫ്റ്റ് നമുക്ക് നോക്കാം. ചെയ്താന്നറിയോ? ഫെബ്രുവരിയിൽ ഇതാണ്. ഹാപ്പി ബർത്ത്ഡേ. എന്താ എന്റെ ദൈവമേ, നോക്ക്. ഓ, ഇതെന്താ ഓപ്പൺ ദിസ്, ഇങ്ങോട്ട് കാണിക്കി. ഓ മൈ ഗോഡ്, ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ ക്രിയേറ്റിവിറ്റി. ദൈവമേ, ഹാപ്പി ബർത്ത്ഡേ തക്കു. ഐ ലവ് യു സോ. ഇതൊക്കെ വരച്ച എന്റെ കൊച്ചി, എന്റെ കൊച്ചി കുഞ്ഞ്, എന്റെ പൊന്ന്. എന്താണ് എൻ്റെ ഉള്ളിൽ? സ്മൈൽ പ്ലീസ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഓ, താങ്ക് യു. കൊള്ളാം. ഇതൊക്കെ ഇങ്ങനെ ഷേപ്പാക്കി കട്ട് ചെയ്തത് നീ സൂക്ഷിച്ച് വെക്കാം ഗൈസ്. ഇതൊക്കെ എന്തോ ഉണ്ട് ഗൈസ് എൻ്റെ ഉള്ളില്. അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഇത് വായിക്കാം. ഹാപ്പി ബർത്ത്ഡേ. പിൻട്രസ്റ്റ്. താങ്ക് യു പപ്പു. ആ ഫ്രണ്ട് കുറച്ച് അലമ്പായി പോയി. ഇല്ല, കുഴപ്പമൊന്നുമില്ല, നല്ലതാ. നോക്കിയ നല്ല ലൗക്ക് നോക്ക് ഗൈസ്, തുടിക്കുന്ന ഹൃദയം. ഓ ഗൈസ്, അങ്ങനെ 12 മണിയായി. 18 അല്ല 18 ഡേറ്റ് 18. എനിക്കിപ്പോ ഇനി എന്താ അടുത്ത വർഷം 18. അടുത്ത വർഷം 18. പക്ഷെ ബോർഡ് എക്സാം ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവും. സോ അത്രേ ഉള്ളൂ ഗൈസ്. അയ്യോ, എന്റെ ഇത് തങ്കമേ. ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇടണം. ഓക്കെ, എന്താണ്? അല്ല, ദിയാക്ഷത എന്നെ ആദ്യം വിളിച്ചേ. ഗുഡ് മോർണിംഗ്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആയി. ഞാൻ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. 6 മണിയായി. പപ്പു കിടക്കുക. കണ്ടായത് പപ്പുവാണെന്ന് ആരെങ്കിലും പറയും. കിടപ്പ് നോക്കുക ഗൈസ്. വന്നു പിങ്ങനെ. ഇത് തലയാണേ. ഓക്കെ, അപ്പം അമ്മ വിഷ് ചെയ്ത് ഗൈസ്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഇങ്ങോട്ട് എല്ലാം ഇരിക്കാൻ വിഷ് ചെയ്തു. അപ്പം ഇനി എനിക്കൊന്ന് പോയി ഡ്രസ്സ് ഒന്ന് മേലിടണം. പിന്നെ യൂണിഫോമൊക്കെ ഇടണം. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ,
ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം കഴിയും. എന്തായാലും നിങ്ങളത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസ്. ചാക്കപ്പൻ്റെ അവിടെ കിടക്കുക എൻ്റെ പൊന്നപ്പൻ. കൂട്ടുപോയ ഗൈസ്, അവന് 5 വയസ്സായി. 5 വയസ്സ്. അവന് മാർച്ച് 7-ാം തീയതി 5 വയസ്സായി ഗൈസ്. 5 വയസ്സുള്ള മുതൽ. സോ ഗൈസ്, നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്ന, ഇനി അടുത്തത് കാണാൻ പോകുന്ന വീഡിയോ വന്നിട്ട് ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വാനിൽ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് 2-3 ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു. അപ്പം അത് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ അപ്പുറത്ത് ഒരു കടയുണ്ട്, പാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ കടയിൽ നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. സോ ആ വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ അപ്പ വന്നിട്ട് എനിക്ക് പാറ്റ്സിൽ വന്നിട്ട് ഫോൺ തന്നിട്ട് അപ്പം പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞാൻ പോകുന്നത് ഓട്ടോക്കാണ്. അപ്പം എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഫോൺ തന്നിട്ടാണ്, സ്കൂൾ കഴിഞ്ഞ് തന്നിട്ട് പാറ്റ്സിൽ വന്ന് തന്നിട്ട് പോയപ്പോൾ എടുത്ത വീഡിയോസാണ് ഈ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പം കാണാം. ഇതാണ് തീയ തന്നെ കാടൊക്കെയാണ്. എനിക്ക് സമയം കിട്ടിയില്ല. വായിക്കാൻ പറ്റുന്നുണ്ടാ? എന്തൊന്നും ഇല്ലാത്ത അക്ഷരാണ്. ഇതാണ് കുറച്ച് പാക്ക് ചെയ്തത്. ആരോ വന്നിട്ടുണ്ടല്ലേ? എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടണേ. എന്തെങ്കിലും പറയൂ ക്യാമറമാൻ, വായ തുറക്കൂ. ഇതാണ് അക്ഷത. കൊരങ്ങനെ. ഓക്കെ, എന്ത് ഗിഫ്റ്റ് കിട്ടിയിടാത്? എന്ത് ഗിഫ്റ്റ്? സമയമോ? സമയമൊക്കെ ഉണ്ടോ? ഒച്ചത്തി പറഞ്ഞു. സമയമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് പോയോ? ടേസ്റ്റൊക്കെ പോയി. നിർത്തും ഇല്ല. ഒരു കഷ്ടമാണ്. ചേട്ടൻ ഒന്നുകൊണ്ടായിരിക്കും. ഇല്ല, അതെങ്ങനെ പൊക്കിയെടുക്കണേ? മതി. ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ വരുന്നത്. ഇത്രയും ദൂരം ഞാൻ നമുക്കൊരു വീട്ടിലാകുമ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ആദ്യമായിട്ടാണ്. ആൻഡ് അപ്പോൾ കൊള്ളാലോ. എനിക്കിനി ഡ്രസ്സ് ഇടണം, ഫോട്ടോ എടുക്കണം, ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ശരിക്കും ഈ സൺലൈറ്റിലാണ് ഗൈസ് എടുക്കേണ്ടത്. പക്ഷെ ഇനി അടുത്ത് വരുമ്പോഴൊക്കെ എത്ര മണിയാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറൊരു സ്ഥലത്തും പോകണമായിരുന്നു. അതിനി പോകാൻ പറ്റത്തില്ല മിക്കവാറും. അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ആൻഡ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കാൻ പറ്റി. പക്ഷെ എനിക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ ഞാൻ അവിടെ
ഇരുന്ന് കഴിക്കുന്നതും സുവിധ ഉണ്ടായപ്പോൾ സുചേട്ടൻ്റെ ഒപ്പം ഉള്ളതും പിന്നെ അവിടെ കുറച്ച് പേരുടെ ഒപ്പം ഉള്ളതും ഞാൻ എല്ലാവർക്കും മിക്ക ലേസും ഇതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഞാൻ എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചവരുടെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അതൊക്കെ കൊടുത്ത് വന്ന് അടിപൊളിയായിരുന്നു. ബർത്ത്ഡേക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പം എനിക്കിങ്ങനെ എനിക്ക് ബർത്ത്ഡേ തന്നെ ആദ്യമായിട്ടാണ് വയസ്സ് കിട്ടുന്നത്. ഞാനിത് വേറെ ഫോണിലും ഇതും വേറെ ഫോണിലും എടുക്കണേ. ഇനി വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എനിക്ക് ഏത് ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്യുമെന്ന് ആലോചിക്കണേ. എനിവേസ് അപ്പം ചിക്കൻ കറി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കത് കഴിക്കണം. ഞാൻ കുറച്ച് പവൻസിൽ എടുത്ത വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ എന്തായാലും. പിന്നെ ഗൈസ് ഒരു കാര്യം, ഈ ഫോൺ എങ്ങനെ ബൗൺസിൽ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. എനിക്ക് അപ്പം ഫോൺ തന്നിട്ടാണ് പോയത്. പിന്നെ അപ്പൊക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ അതൊന്ന് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഞാൻ എൻ്റെ അപ്പ ഫോൺ തന്നിട്ട് അപ്പം തന്നെ പോയിട്ട് ലേറ്റ് ആവുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. ഓക്കെ, അപ്പം അതൊന്ന് ക്ലിയർ ആയിട്ടേക്കാം. ഞാൻ ഫോൺ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല. എനിക്കപ്പ ഞാൻ കടയിൽ നിൽക്കുന്ന അവിടെ കൊണ്ട് തന്നിട്ട് പോയി. ഓക്കെ, സോ യാ, അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നാലോ. സ്കൂളിൽ ഫോൺ കൊണ്ടുപോയി, അപ്പം ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഇത് ഞാൻ എൻ്റെ അപ്പം കൊണ്ട് തന്നതാണ്. ഓക്കെ, ചിക്കൻ കറി ചൂടായിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കണമെന്നും കാണിക്കണമല്ല. റെഡി ആവണം, കുളിക്കണം. അങ്ങനെ ഓക്കെ ഗൈസ്. പിന്നെ ഗൈസ് എനിക്ക് അത്യാവശ്യം നല്ല വിഷസൊക്കെ കിട്ടി. ഞാൻ ഫോൺ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുറന്ന് ആരുടെയും നോക്കരുത്. എനിക്ക് 20+ മെസ്സേജ് ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. പിന്നെ സ്കൂളിലായാലും ടീച്ചേഴ്സൊക്കെ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വിഷ് ചെയ്ത് ബർത്ത്ഡേയുടെ അന്ന് കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടി. ആൻഡ് അടിപൊളി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കഴിച്ച് ഞാൻ ഇനി ഒന്ന് പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇത് തക്കോന് കൊടുത്താം. ബർത്ത്ഡേ ഗേൾ തക്കുവേ ഇറങ്ങ്. ഓക്കെ അങ്ങനെ എൻ്റെ കൈ ഒടിക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തക്കുവിന് കേക്ക് മേടിച്ചു. എൻ്റെ അമ്മ എനിക്ക് ഫെറാറും എല്ലാം മേടിച്ചത് ലോട്ടോ ചട്ടുപോയി മേടിച്ചു തന്നു. തക്കുവിന് വാൻ ചോക്കോ, ഞാൻ ഇന്നലെ തക്കോടുത്ത് പറയണ്ടായിരുന്നു വാൻ ചോക്കോ കേക്ക് മതി. ഞാൻ മേടിച്ചു. ഞാനല്ല, നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ മേടിച്ചു. ഞാനങ്ങനെ റെഡിയായി. ഇതാണ് എൻ്റെ ഡ്രസ് ലുക്ക്. ഞാനില്ലാതെ ആദ്യം ഇട്ട് പോയി എടുത്ത ഡ്രസ്. ഒന്ന് ഫോട്ടോ എടുത്തേ. മഴ ഇത് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇതേ കണക്ക് ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കടവിലെടുത്തായിരുന്നു. സോ ഈ പ്രാവശ്യം എനിക്ക് സൺലൈറ്റ് ഇല്ല. ഞാൻ മഴക്കാറ് വന്നു. മഴക്കാറൊന്നല്ല, 6:45 ആയി. മഴക്കാറുണ്ട്. അപ്പം സാധാരണ ഈ സമയത്ത് സണ്ണ് പോണ ഒരു വെയിൽ വരാറുണ്ട് ഇല്ലേ വീടിൻ്റെ അങ്ങോട്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഇവിടെ മഴക്കാറും ഇടിവെട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. സങ്കടം, ഇത് നല്ല ഫോട്ടോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ എല്ലാം നല്ല അടിപൊളി നൈറ്റാണ്. എനിക്ക് നൈറ്റാണ്. ഇവിടെ വെച്ചെടുക്കും. എടുക്ക്. അങ്ങനെ ഗൈസ് ഫോട്ടോ ഒക്കെ എടുത്ത് കുഴപ്പമില്ല. എൻ്റെ പപ്പു ഞാൻ എടുക്കണല്ലേ പിടിക്കാത്തല്ലേ, എനിക്കെന്തോ ഒരു തൃപ്തിയില്ല. അത് സൺലൈറ്റ് ചെയ്തുകൊണ്ടാണ് തൃപ്തിയില്ലാത്തത്. ആ ടൈമിൽ തന്നെ ഞങ്ങളും പുറത്തുപോയി. ആ ടൈമിൽ തന്നെ നീയും വീട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ലേറ്റ് ആയി. ഇതേ ഒരാൾ വരുന്നു തുള്ളി. അമ്മ പറയണ അമ്മ ഞങ്ങളെ ചേച്ചീനെ പോലെയാണ് കാണാൻ. ചേച്ചി അനു ചേച്ചി അല്ല, ഞങ്ങൾ പറയണ അനു ചേച്ചി, അമ്മ ഞങ്ങളെ ചേച്ചി.
ഓക്കെ ഗൈസ്. കൈയോട്ട് കൈയോട്ട് ഹാപ്പി ബർത്ത്ഡേ കൈയോട്ട് ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പപ്പ വെള്ളം ഇറക്കണോണ്ടിന്ന്. എവിടെ പോണേ? കഴിക്ക്. സോ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ. 17. അടുത്ത വർഷം 18. 15. എനിക്ക് 18 വയസ്സാവും അടുത്ത വർഷം. എന്നിട്ട് വേണം guys. ആദ്യം ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ലൈസൻസ് എടുക്കും. ഇതൊക്കെ വീഡിയോ കാണും നിങ്ങൾ അല്ലേ? ടാറ്റു അടിക്കും ഗൈസ് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ. ഒരു 1.5 വർഷം 10. സോ ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നോണ്ടിരിക്കണം. ഓക്കെ ഗൈസ്, ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ദെൻ ബൈ ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വർഷം ബോർഡ് എക്സാമിൻ്റെ ഇതായിരിക്കും നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ 18ാമത്തെ ബർത്ത്ഡേ കാണാൻ പോകുന്നത്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. അയ്യോ അവിടെ ക്ലിയർ അല്ല. ബൈ.